ഇനി നമുക്ക് ഏത്തക്കായ കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏത്തക്കായ എടുത്തിട്ട് ഏത്തക്കായ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയൊരു ഏത്തക്കായ ആയിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല നാടൻ ചെറിയ ഏത്തക്കായൊക്കെ ആണെങ്കിൽ ഒരു 2 ഏത്തക്കായ എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത്തക്കായയുടെ തൊണ്ട് മുഴുവനായിട്ട് മാറ്റാം. ഞാനിവിടെ തൊണ്ട് മുഴുവനായിട്ട് മാറ്റിയിട്ടില്ല. ഏത്തക്കായയുടെ മുകളിൽ നിന്ന് ആ പച്ച കളറിലുള്ളത് മാത്രം പീൽ ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. ഏത്തക്കായ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകണം, ഏത്തക്കായയുടെ കറ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഏത്തക്കായ നമ്മൾ കറി വെക്കുന്ന സമയം വരെ വെള്ളത്തിലിട്ട് വെക്കണം. ആ കറിയിലേക്ക് ഇടുന്ന സമയത്ത് മാത്രമേ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏത്തക്കായയുടെ കളർ മാറിപ്പോകും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയ്ക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കണില്ല, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. പിന്നെ ഉണക്കമുളക് വേണം, കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, കടുകും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഏത്തക്കായ തോരനാക്കാന്ന്. ഈ ഏത്തക്കായ തോരനാക്കാൻ വേണ്ടിയിട്ട് ഏത്തക്കായ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഏത്തക്കായ ചേർക്കാം. നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഏത്തക്കായ നന്നായിട്ട് കഴുകണം. അതായിരിക്കും ഏത്തക്കായയിൽ നിന്ന് കറ നന്നായിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. വെള്ളം ഒഴിച്ച് വെച്ചില്ലെങ്കിൽ ഏത്തക്കായയുടെ കളർ മാറിയിട്ട് ഏത്തക്കായയുമ്പോൾ ഒരു കറ വീഴും. ഇതിലേക്ക് കായ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് കായ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മൂടി വെച്ചിട്ട് ഈ കായ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏത്തക്കായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് ഏത്തക്കായ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇത് ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഏത്തക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏത്തക്കായ വെന്ത് കഴിഞ്ഞാലും ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ നല്ല തിക്കായിട്ടിരിക്കും. ഇത് ഏത്തക്കായയിൽ സ്റ്റാർച്ച് നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇത് വെന്ത് കഴിഞ്ഞാലും ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക. ചിലവർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത്തക്കായ വേവിക്കുമ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. ഏത്തക്കായ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയും. പക്ഷെ ഞാനിവിടെ വെള്ളം ഊറ്റിക്കളയുന്നില്ല. ഇത് നീക്കി വയ്ക്കാം. ഈ ഏത്തക്കായ തോരനാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. പിന്നെ തോരനൊക്കെ ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. അപ്പോഴായിരിക്കും തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. തോരനൊക്കെ ആകുമ്പോൾ കടുക് കുറച്ച് കൂടുതൽ വേണം. അപ്പോഴായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക, തോരൻ കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ സവോള ചേർക്കുന്നതിന് മുമ്പ് ഏറ്റവും ഉണക്കമുളക് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയുടെ വെള്ളം കൊണ്ട് ഈ ഉണക്കമുളക് ശരിക്കും മൊരിയില്ല. ഈ ഉണക്കമുളക് ഇങ്ങനെ മൊരിഞ്ഞെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. സവോളയും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പച്ചമുളകും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സവോള ഒന്ന് വഴന്നിട്ടുണ്ട്. സവോള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. സാധാരണ ചിലവർ തോരൻ വയ്ക്കുമ്പോൾ തോരന് ഒരു വെള്ള കളറായിരിക്കും, ഒരു മഞ്ഞൾപ്പൊടി ചേർക്കില്ല. പക്ഷെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഞാൻ അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. മഞ്ഞൾപ്പൊടി ഞാൻ അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഈ തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തേങ്ങ ഈ സവോളയുടെ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ കായ ചേർക്കാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം.
ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഏത്തക്കായത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏത്തക്കായത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം. അല്ലെങ്കിൽ അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ കുറച്ച് ഹാർഡായിട്ടിരിക്കും. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നല്ലെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇതും കട്ടൻ കാപ്പിയും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ്.